ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെൻറ്റർ. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ജനുവരിയിലെ പ്രധാനപ്പെട്ട ദിനങ്ങളാണ് നോക്കാൻ പോകുന്നത്. പ്രധാനപ്പെട്ട ദിനങ്ങളും അവയുടെ പ്രാധാന്യം എന്താണെന്നും കൂടി നമുക്ക് നോക്കാം. ഓരോ മാസത്തിലെയും പ്രധാനപ്പെട്ട ദിവസം നമുക്ക് ഓരോ വീഡിയോയിലൂടെ ഇടാം. അതാവുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ചുകൂടി സൗകര്യമാവും. ഇന്ന് നമുക്ക് ജനുവരിയിലെ പ്രധാനപ്പെട്ട ദിവസങ്ങളൊക്കെ ഒന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് നോക്കാം ജനുവരിയിലെ എല്ലാ പ്രധാനപ്പെട്ട ദിനങ്ങളും എന്താണെന്നും അവയുടെ പ്രത്യേകതകൾ എന്താണെന്നും നോക്കാം. ജനുവരി 1 ലോക ആഗോള കുടുംബ ദിനമാണ്. ആഗോള കുടുംബ ദിനം എന്താണ്? ഈ ഒരു ആഗോള കുടുംബ ദിനമായിട്ട് എടുക്കാനുള്ള ലക്ഷ്യം എന്താണ്? ലോകത്തെ എല്ലാവർക്കും ജീവിക്കാനുള്ള മികച്ച സ്ഥലമായി മാറ്റുന്നതിന് ഭൂമി ഒരു ആഗോള കുടുംബമാണെന്ന ആശയം പരിഗണിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുകൊണ്ട് സമാധാനത്തിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കുക എന്നാണ് ഈ ഒരു ആഗോള കുടുംബ ദിനത്തിൻ്റെ ലക്ഷ്യം. ജനുവരി 1 ആഗോള കുടുംബ ദിനം. ലക്ഷ്യം എന്താണ്? ലോകത്തെ എല്ലാവർക്കും ജീവിക്കാനുള്ള മികച്ച സ്ഥലമായി മാറ്റുന്നതിന് ഭൂമി ഒരു ആഗോള കുടുംബമാണെന്ന ആശയം പരിഗണിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുകൊണ്ട് സമാധാനത്തിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കുക എന്നാണ് ആഗോള കുടുംബ ദിനത്തിൻ്റെ തീം, ലക്ഷ്യം. അടുത്തത് ജനുവരി 2 നോക്കാം. ജനുവരി 2 മന്നം ജയന്തിയാണ്. നായർ സർവീസ് സൊസൈറ്റി NSSൻ്റെ സ്ഥാപകനായ ശ്രീ മന്നത്ത് പത്മനാഭൻ്റെ ജന്മദിനമാണ് മന്നം ജയന്തിയായിട്ട് ആചരിക്കുന്നത്. എന്താണ്? നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകനായ ശ്രീ മന്നത്ത് പത്മനാഭൻ്റെ ജന്മദിനമാണ് മന്നം ജയന്തിയായിട്ട് ആചരിക്കുന്നത്. മന്നം ജയന്തി ജനുവരി 2 ആണ്. അടുത്തത് ജനുവരി 4 ആണ്. ജനുവരി 4 എന്താണ്? ലോക ബ്രെയിലി ദിനമാണ്. അന്ധരായ ആളുകളെ എഴുതുവാനും വായിക്കുവാനും പ്രാപ്തനാക്കിയ ലിപി സമ്പ്രദായമാണ് ബ്രെയിലി ലിപി. ഈ ബ്രെയിലി സമ്പ്രദായം ആവിഷ്കരിച്ച ലൂയി ബ്രെയിലിയുടെ ജന്മദിനമാണ് ബ്രെയിലി ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ ലോക ബ്രെയിലി ദിനം ജനുവരി 4. ജനുവരി 4 എന്താണ്? ലോക ബ്രെയിലി ദിനം. ബ്രെയിലി ലിപി ആവിഷ്കരിച്ച ലൂയി ബ്രെയിലിയുടെ ജന്മദിനമാണ് ജനുവരി 4 ബ്രെയിലി ദിനമായിട്ട് ആചരിക്കുന്നത്. ജനുവരി 9. ജനുവരി 9 എന്താണ്? പ്രവാസി ഭാരതീയ ദിവസമാണ്. 1915 ജനുവരി 9 മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയതിൻ്റെ സ്മരണയാണ് ഈ ഒരു ദിനം പ്രവാസി ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ പ്രവാസി ഭാരതീയ ദിവസമാണ് ജനുവരി 9. 1915 മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയതിൻ്റെ സ്മരണയാണ് ജനുവരി 9. അപ്പോൾ പ്രവാസി ഭാരതീയ ദിവസമാണ് ജനുവരി 9. അടുത്ത ജനുവരി 10 ആണ്. ജനുവരി 10 എന്താണ്? ലോക ഹിന്ദി ദിനമാണ് ജനുവരി 10. 1975 ജനുവരി 10 നടന്ന ആദ്യ ലോക ഹിന്ദി സമ്മേളനത്തിൻ്റെ ആദരസൂചകമായിട്ടാണ് ജനുവരി 10 ലോക ഹിന്ദി ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ ജനുവരി 10 ലോക ഹിന്ദി ദിനമാണ്. 1975 ജനുവരി 10 നടന്ന ആദ്യ ലോക ഹിന്ദി സമ്മേളനത്തിൻ്റെ ആദരസൂചകമായിട്ടാണ് ജനുവരി 10 ലോക ഹിന്ദി ദിനമായിട്ട് ആചരിക്കുന്നത്. ലോക ഹിന്ദി ദിനം ജനുവരി 10. ഇത് ദേശീയ യുവജന ദിനമാണ്. ജനുവരി 12 ആണ് ദേശീയ യുവജന ദിനം. എന്താണ്? സ്വാമി വിവേകാനന്ദൻ്റെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ യുവജന ദിനമായിട്ട് ആചരിക്കുന്നത്. ആരുടെ ജന്മദിനമാണ്? സ്വാമി വിവേകാനന്ദൻ്റെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ യുവജന ദിനമായിട്ട് ആചരിക്കുന്നത്. ഇപ്പോൾ ജനുവരി 12 ദേശീയ യുവജന ദിനം. ജനുവരി 15 ദേശീയ കരസേനാ ദിനമാണ്. ദേശീയ കരസേനാ ദിനമാണ് ജനുവരി 15. ഈ വർഷം 76ാമത് ദേശീയ കരസേനാ ദിനമായിരുന്നു. ദേശീയ കരസേനാ ദിനത്തോടനുബന്ധിച്ച് സൈനിക പരേഡിന് വേദിയായത് ഈ വർഷം ഗൂർഖ റൈഫിൾ റെജിമെൻ്റൽ സെൻ്ററാണ് ലക്നൌവിലെ. ഗൂർഖ റൈഫിൾ റെജിമെൻ്റൽ സെൻ്ററാണ് ലക്നൌവിലെ 76ാമത് ദേശീയ കരസേനാ ദിനത്തിന് വേദിയായത്. ദേശീയ കരസേനാ ദിനം ജനുവരി 15. ഇനി ജനുവരി 16 എന്താണെന്ന് നോക്കാം. ദേശീയ സ്റ്റാർട്ടപ്പ് ദിനമാണ് ജനുവരി 16. എല്ലാ വർഷവും ജനുവരി 16 ആഘോഷിക്കുന്ന ദേശീയ സ്റ്റാർട്ടപ്പ് ദിനം ഇന്ത്യൻ സംരംഭകരുടെ നൂതന മനോഭാവത്തിനുള്ള ആദരാഞ്ജലിയാണ്. ഉദ്യമോത്സവ് 2025 എന്നും അറിയപ്പെടുന്ന ദേശീയ സ്റ്റാർട്ടപ്പ് ദിനം 2025 സ്റ്റാർട്ടപ്പ് ഇക്കോ ടൂറിസത്തെ പിന്തുണയ്ക്കുന്നതിനുള്ള ഗവൺമെൻറ്റിൻ്റെ സംരംഭങ്ങളെ ഉയർത്തിക്കാട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ദേശീയ സ്റ്റാർട്ടപ്പ് ദിനമാണ് ജനുവരി 16. ജനുവരി 16 ദേശീയ സ്റ്റാർട്ടപ്പ് ദിനം. അത് ജനുവരി 23 ആണ്. ജനുവരി 23 ദേശീയ പ്രേം ദിവസാണ്. നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ ജന്മദിനം രാജ്യം ദേശീയ പ്രേം ദിവസമായിട്ട് ആചരിക്കുന്നത് ജനുവരി 23-നാണ്. അപ്പോൾ ജനുവരി 23 ആണ് ദേശീയ പ്രേം ദിവസ്. അതായത് സുഭാഷ് ചന്ദ്രബോസിൻ്റെ ജന്മദിനമാണ് ജനുവരി 23. അടുത്തത് ജനുവരി 24 ആണ്. ജനുവരി 24 ദേശീയ ബാലികാ ദിനമാണ്.
2008 മുതലാണ് ബാലികാ ദിനം ആചരിക്കാൻ തുടങ്ങിയത്. പെൺകുട്ടികൾ നേരിടുന്ന വെല്ലുവിളികൾ പരിഹരിക്കുന്നതിനും പെൺകുട്ടികളുടെ അവകാശങ്ങൾ, ആവശ്യമായ വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവയിൽ അവബോധം സൃഷ്ടിക്കാൻ വേണ്ടിയുമാണ് ഇങ്ങനെയൊരു ദിനം ആചരിക്കുന്നത്. അപ്പോൾ ദേശീയ ബാലികാ ദിനമാണ് ജനുവരി 24. ജനുവരി 24 ദേശീയ ബാലികാ ദിനം. അടുത്തത് ജനുവരി 25 ജനുവരി 25 ദേശീയ സമ്മതിദായക ദിനമാണ്. ദേശീയ സമ്മതിദായക ദിനം ജനുവരി 25. 1950 ദേശീയ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകൃതമായ ജനുവരി 25 ദേശീയ സമ്മതിദായക ദിനമായിട്ട് ആചരിക്കുന്നത്. 2024 തീം എന്തായിരുന്നു? നത്തിങ് ലൈക്ക് വോട്ടിംഗ്, ഐ വോട്ട് ഫോർ ഷുവർ. എന്താണ് നത്തിങ് ലൈക്ക് വോട്ടിംഗ്, ഐ വോട്ട് ഫോർ ഷുവർ എന്നായിരുന്നു 2024 തീം. അപ്പോൾ ദേശീയ സമ്മതിദായക ദിനമാണ് ജനുവരി 25. ജനുവരി 26 നമുക്കറിയാം റിപ്പബ്ലിക് ദിനമാണ്. 2025 76ാമത് റിപ്പബ്ലിക് ദിനമാണ് ആഘോഷിച്ചത്. അപ്പോൾ റിപ്പബ്ലിക് ദിനം ജനുവരി 26. ഇത് ജനുവരി 29 ജനുവരി 29 ദേശീയ വർത്തമാന ദിനമാണ്. ദേശീയ വർത്തമാന ദിനം ജനുവരി 29. 1780 ജനുവരി 29 ജെയിംസ് അഗസ്റ്റസ് ഇക്കയുടെ ബംഗാൾ ഗസറ്റ് പുറത്തിറങ്ങിയത്. ഇതനുസ്മരിച്ചാണ് ഈ ഒരു ദിവസം പത്രദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ ദേശീയ വർത്തമാന ദിനമാണ് ജനുവരി 29, അല്ലെങ്കിൽ ദേശീയ പത്രദിനം എന്നൊക്കെ പറയാം. ജനുവരി 29 ദേശീയ വർത്തമാന ദിനം. അടുത്തത് ജനുവരി 30 രക്തസാക്ഷി ദിനം. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ചരമദിനമാണ് രക്തസാക്ഷി ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ ജനുവരി 30 രക്തസാക്ഷി ദിനം. ഇതോടെ നമ്മുടെ ജനുവരിയിലെ പ്രധാനപ്പെട്ട ദിനങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഫെബ്രുവരിയിലെ പ്രധാനപ്പെട്ട ദിനങ്ങളും അവയുടെ ലക്ഷ്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.